ഗായ്സ്, ഞങ്ങളൊരു യാത്ര പോകുന്നു. പോകുന്നത് ഞങ്ങൾ കുറച്ച് മീനെ മേടിക്കാനാണ്. നമ്മൾ മീൻകുളമൊക്കെ സെറ്റ് ചെയ്തായിരുന്നു, സെറ്റ് ചെയ്തിട്ട് പക്ഷെ മേടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഴ പോകുന്ന സമയം നോക്കി ഞങ്ങൾ പോവാണ്. അപ്പോൾ എല്ലാവരും ഒന്നുമില്ല, ഞങ്ങൾ ഓട്ടോയിൽ തന്നെ പോയാൽ കുറച്ചുണ്ട്, എൻ്റെ പാടുന്നുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. എല്ലാ വർഷവും കൊടുക്കുന്നില്ല, എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് സന്തോഷം അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഞങ്ങൾ അവിടെ സ്ഥലത്തെത്തി കേട്ടോ. ഞങ്ങൾ മീനത് ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്, സർക്കാരിൻ്റെ ഫിഷ് വളർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയി അവരുടെ മീൻ സെറ്റ് ചെയ്തിരിക്കുന്ന വാട്ടർ ടാങ്ക് കണ്ടോ, മീൻ കുഞ്ഞുങ്ങളാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന. അങ്ങനെയാണ് വരാലോ അങ്ങനെ മറ്റുമാണ് പേര് പറഞ്ഞത്, കറക്റ്റ് ക്ലിയറായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പം അതിനെല്ലാം വലിയ സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതുപോലത്തെ തന്നെ വലിയ വലിയ ടാങ്കുകൾ അവിടെ അതിനകത്തൊക്കെ മീനാണ്. നമുക്ക് ആവശ്യമുള്ള കുറച്ച് മീനെ മാത്രമേ മേടിച്ചുള്ളൂ. പെട്ടെന്നുള്ള തീരുമാനമായിരുന്ന കാരണം നമുക്കങ്ങനെ ഓവറായിട്ട് മീനെ മേടിക്കാനുള്ള പൈസ ഒന്നുമായിട്ടല്ല നമ്മൾ പോയത്. കണ്ടോ, ഇത് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഒരു റെസ്റ്റോറൻറ്റ് വിത്ത് ഷാപ്പും ഉണ്ട്, അതിനോട് ചേർന്ന് റെസ്റ്റോറൻറ്റ്. ഞങ്ങളെല്ലാം ഷാപ്പിലാണ് കയറിയത് കേട്ടോ. കിടുക്കാച്ചി ഫുഡായിരുന്നു, നല്ല മധുരമൊക്കെ അടിപൊളി കിടുക്കാച്ചി ഫുഡെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇതിന് മുമ്പ് ഞാൻ പോകും. അടിപൊളി ചിക്കൻ ഫ്രൈ, ബീഫ്, പോസ്റ്റ്. ഞാൻ ഈ സാധനങ്ങളൊന്നും കഴിക്കുന്ന ആളല്ല, പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവരുടെ തന്നെ ഒരു ഊഞ്ഞാൽ സെറ്റപ്പ് നല്ല രസമാണ്, കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. നല്ല അടിപൊളിയാണ്. നിങ്ങളിതിൽ വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. തറവാട് ഷാപ്പ് അങ്ങനെ മറ്റുമാണ് ഇതിൻ്റെ പേര്. റെസ്റ്റോറൻറ്റിലൂടെ കൂട്ടിയാണ് വിത്ത് ഷാപ്പ്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ഒരു ഊഞ്ഞാൽ സെറ്റപ്പൊക്കെയാണ് കാര്യങ്ങൾ. നല്ല രസമാണ്, സ്ഥലം കാണാനായിട്ടാണ് എനിക്ക് ഏറ്റവും കൊതിയായത്. നല്ല രസമാണ് കാണാൻ കേട്ടോ. അപ്പം വരണം, വരാത്തവർ വരണം. അപ്പം അവിടുത്തെ ഫുഡ്, അവിടുത്തെ പൂക്കൾ കണ്ടോ, നല്ല സെറ്റപ്പാണ്. നല്ല മുളയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അത് നോൺ എ സി റെസ്റ്റോറൻ്റാണ്. ഇത് കണ്ടോ, എല്ലാം നല്ല രസമാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടിടങ്ങളൊക്കെ കാണാനും എല്ലാം നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഇങ്ങേ സൈഡ് കണ്ടോ, തറവാട് റെസ്റ്റോറൻറ്റ്, നല്ല പൂക്കൾ. അപ്പം നിങ്ങളുടെ യാത്ര എന്തായാലും അടിപൊളിയായി. നല്ല പടം വരച്ച് വെച്ചിട്ടുണ്ട്, നല്ല രസമാണ് കാണാൻ. അവൾ ഓടിച്ചാടി നടക്കുകയാണ്, അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൾ എപ്പോഴും സ്കൂള് വലിയൊരു സന്തോഷമാണ്. അതിൻ്റെയൊക്കെ കാണാൻ താറാവിനെ മേടിക്കാമല്ലോ എന്ന് കരുതി ഞങ്ങൾ താറാവ് വിൽക്കുന്നിടത്ത് പാടത്തോടെയൊക്കെ ചുമ്മാ അഴിച്ചു വിട്ടേക്കാണ്. നല്ല രസമാണ് ഇതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഓടുന്ന കാണാനായിട്ട്. നമുക്ക് അവിടെ ചെന്നപ്പോൾ കിലോ അല്ലാതെ ബ്രോയിലർ കോഴികളും ഉണ്ട്, അല്ലാത്ത നാടൻ താറാവുകളും കണ്ടോ. പാടത്ത് ഇങ്ങനെ ഇത് കെട്ടിയിട്ട് കണ്ടം സൈഡാണ്, അപ്പം കെട്ടിയിട്ട് അതുങ്ങൾ എങ്ങനെ വെച്ച് ഇട്ടേക്കണം. അപ്പോൾ ആവശ്യമുള്ള ഇതിനെ അവർ വിൽക്കാനായിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം ബ്രോയിലർ കോഴി കിലോ 290 സംതിങ് ആയിരുന്നു. നമ്മൾ അങ്ങനെ എല്ലാം മേടിച്ച് തൂക്കിയെല്ലാം മേടിച്ചല്ല. രണ്ട് താറാവിനെ നമ്മളല്ലാതെ മേടിക്കുകയോ ചെയ്തത്. അപ്പം